യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കുമേൽ കൊണ്ടുവന്ന 100% തീരുവ ഇന്ത്യൻ മരുന്നു കമ്പനികളെ വലിയ രീതിയിൽ ബാധിച്ചേക്കില്ലെന്ന വിലയിരുത്തൽ. ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്കും പേറ്റന്റിനു കീഴിൽ വരുന്ന മരുന്നുകൾക്കുമാണ് തീരുവ നടപ്പാക്കുന്നത്. ഒക്ടോബർ 1 മുതലാണ് ഇത് പ്രാബല്യത്തിലാകുക. പേറ്റന്റ് കാലാവധി കഴിഞ്ഞ ജനറിക് മരുന്നുകൾക്ക് ഇത് ബാധകമായിട്ടില്ല. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിലേക്ക് കൂടുതൽ കയറ്റി അയക്കുന്നത് ജനറിക് മരുന്നുകളാണ്. അതേസമയം സൺ ഫാർമ, ബയോകോൺ, അരബിന്ദ് ഫാർമ തുടങ്ങി യു.എസ്. ബ്രാൻഡഡ് മരുന്നു വിപണിയിൽ വലിയ സാന്നിധ്യമുള്ള കമ്പനികൾക്ക് നടപടി തിരിച്ചടിയാകും. നുവാമയിലെ അനലിസ്റ്റ് റിപ്പോർട്ട് പ്രകാരം സൺ ഫാർമയ്ക്ക് അമേരിക്കയിലെ ബ്രാൻഡഡ് മരുന്നു വിപണിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം $110 കോടി വരുമാനം ലഭിച്ചിരുന്നു. ബയോകോണിന് ഇത് $45 കോടി താഴെയാണ്. അരബിന്ദ് ഫാർമയ്ക്ക് $10 കോടി. ചില ആഭ്യന്തര ഔഷധ ഘടക നിർമ്മാതാക്കൾക്ക് ബ്രാൻഡഡ് മരുന്നു മേഖലയിൽ സാന്നിധ്യമുണ്ടെങ്കിലും വരുമാനത്തിൽ തുച്ഛമായ വിഹിതമാണ് ഇവർക്കുള്ളതെന്ന് ക്രിസിൽ വിലയിരുത്തുന്നു. പല കമ്പനികൾക്കും അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഇത് ആ കമ്പനികളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുമെന്നും ക്രിസിൽ പറയുന്നു. അമേരിക്കയിൽ ഉൽപ്പാദനം തുടങ്ങാനായി ശ്രമം നടത്തുന്ന കമ്പനികളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് വിവരം. ജൂബിലന്റ് ഫാർമോവയ്ക്ക് അമേരിക്കയിൽ നിർമ്മാണശാലയുണ്ട്. ആൽകെം നിർമ്മാണ യൂണിറ്റ് തയ്യാറാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ തീരുവയിൽ നിന്ന് ഒഴിവാകും. ആഭ്യന്തര കമ്പനികളെ ഇപ്പോഴത്തെ യു.എസ്. തീരുവ അധികം ബാധിച്ചേക്കില്ലെന്ന് വൻകിട മരുന്നു കയറ്റുമതിക്കാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് സെക്രട്ടറി ജനറൽ സുദർശൻ ജെയിനും വ്യക്തമാക്കി.